ടി ജി മോഹൻദാസ്, നാളെ ഏതെങ്കിലും വിദേശ ശക്തി നമ്മുടെ ഭാരതത്തിൽ ഒരു വൻ ആക്രമണം നടത്തിയാൽ ഞങ്ങൾക്ക് മതമാണ് 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 പ്രശ്നം എന്ന് ഇക്കൂട്ടർ പറയില്ല എന്നുറപ്പുണ്ടോ? മര്യാദക്ക് ജീവിക്കുന്ന മനുഷ്യരെ അങ്ങോട്ട് കയറി ആക്രമിക്കും. അതിപ്പോൾ ഗാസയിലാണെങ്കിലും ഗോദ്രയിലാണെങ്കിലും. എന്നിട്ട് ആഹ്ലാദവും ആർപ്പുവിളിയും നടത്തും. തിരികെ കിട്ടുമ്പോൾ ഇരവാദവും നിലവിളിയും. യുദ്ധം ഇന്ത്യയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയാണെങ്കിലും ഓരോ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോഴും ഭാരതത്തിന് ഉള്ളിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ജനാധിപത്യത്തിൻ്റെയും പൗരാവകാശത്തിൻ്റെയും എല്ലാം അതിൻ്റെയൊക്കെ സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഒരു വിഭാഗം കാട്ടിക്കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾ മുന്നറിയിപ്പുകൾ അല്ലേ? ഇത്തരം മുന്നറിയിപ്പുകൾ അവഗണിച്ചാൽ എന്തുണ്ടാകും എന്നതിന് ഒരു ക്ലാസിക് എക്സാമ്പിൾ തന്നെയല്ലേ ഇറാൻ എന്ന രാജ്യം? അതെ, ഈ നമ്മൾ ഈ ടി വി ചർച്ചയിലൊക്കെ ആകുമ്പോഴേ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല, നമ്മളെ കയ്യിൽ അധികാരവും ഇല്ല, നമുക്ക് ഉത്തരവാദിത്വമില്ല. അതുകൊണ്ട് എന്തും പറയുന്നു. പക്ഷേ ഒരു രാഷ്ട്രത്തലവനങ്ങനെ പറയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. കാരണം അദ്ദേഹം പറയുന്ന ഓരോ വാക്കിനും 1000 അർത്ഥം കൊടുക്കും, ലോകം മൊത്തം അത് പരക്കും. അതുകൊണ്ട് പലപ്പോഴും മൗനം പാലിക്കുന്നതാണ് ഒരുപാട് കാര്യങ്ങളിൽ രാഷ്ട്രത്തലവന്മാർ ചെയ്യാറുള്ളത്. ഇപ്പോൾ ഈ ടെൻഷൻ ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് വരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഞങ്ങൾ തല്ലും കൊല്ലും കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നെതന്യാഹുവും ട്രംപും പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? പുടിൻ എന്തെങ്കിലും മിണ്ടിയോ? ചൈന എന്തെങ്കിലും പറഞ്ഞോ? ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാവർക്കും അറിയാം ഏത് നിമിഷവും അവിടെ അടിപൊട്ടുമെന്നറിയാം. അടി പൊട്ടുന്നതിന് മുമ്പേ അതങ്ങ് പരിഹരിച്ചേക്കാം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇറങ്ങിയോ? ഇല്ല, ഇറങ്ങുന്നില്ല. കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ കാശ്, അതുകൊണ്ട് വാങ്ങിച്ചെടുത്തതും ഉണ്ടാക്കിയതുമായ ആയുധങ്ങൾ, ഇതൊക്കെ വല്ലവനും വേണ്ടി തൊലയ്ക്കാനായിട്ട് ആരും തയ്യാറാവില്ല. അത് സാമ്രാജ്യത്വവാദമാണ്, തേങ്ങാക്കൊലയാണെന്ന് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സാമ്രാജ്യത്വവാദമാണെങ്കിലാണ്. അതിന് നമ്മൾ കാശ് മുടക്കുന്ന എന്തിനാ? നമ്മുടെ പട്ടാളക്കാരെ കൊലയ്ക്ക് കൊടുക്കുന്ന എന്തിനാ? എന്താ ഇവർക്കിപ്പോൾ വേണ്ടത്? 1,00,000 പട്ടാളക്കാരെ ഇറാനിലേക്ക് വിടട്ടെ, കുറേ ആയുധങ്ങൾ കൊടുത്ത്, ബ്രഹ്മോസ് മിസൈലും അതും ഇതുമൊക്കെ കൊടുത്തിട്ട് ഇറാനെ പോയി സഹായിക്കാൻ ആളെ വിടണമെന്നാണ് CPM-ൻ്റെ അഭിപ്രായം. അങ്ങനെയാണല്ലോ പറഞ്ഞു വരുന്നത്. അത് നടക്കില്ല സാർ. നിങ്ങളെന്താ വിചാരിക്കുന്നത്? നമ്മളെന്തിനാണ് ഇതിലൊക്കെ ഇടപെടുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടുക. ആരെങ്കിലും വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാത്തത് എന്താ? പറയില്ല. അനിൽ നമ്പ്യാർക്ക് പഴയൊരു സിനിമ ഓർമ്മയുണ്ടോ? ഒരു CBI ഡയറി കുറിപ്പ്. അതിൽ പ്രതാപചന്ദ്രൻ, പോളക്കുളം നാരായണൻ എന്ന കഥാപാത്രം ഇങ്ങനെ രാത്രി വെള്ളം അടിച്ച് വന്നിട്ട് മമ്മൂട്ടിയെ ചീത്ത പറയുന്നുണ്ട്. എടാ CBI ഇറങ്ങി വാടാ എന്നൊക്കെ പറഞ്ഞിട്ട് മമ്മൂട്ടി ബാൽക്കണിയിൽ മുറുക്കാനും ചോദിച്ചു മിണ്ടാതെ നിൽക്കുന്നു. ഒരക്ഷരം മിണ്ടുന്നില്ല. ഇയാൾ നാട്ടിൽ ചീത്തയെല്ലാം കൂടി വിളിച്ചിട്ട് ഡൽഹിയിൽ എനിക്ക് പിടിയുണ്ടറാന്നൊക്കെ എന്നിട്ട് മമ്മൂട്ടി അനങ്ങിയോ? പുറകിൽ കൈയും കിട്ടി അങ്ങനെ നിൽക്കുകയാണ് മമ്മൂട്ടി, അനങ്ങുന്നില്ല. ഇതാണ് നരേന്ദ്രമോദിയുടെ നിൽപ്പ്. ഈ നിൽപ്പ് മനസ്സിലാക്കാൻ ഒരു മാനസിക വികാസം വേണമല്ലോ. അത് ഇവർക്കില്ല എന്നുള്ളതാണ് ഇതിൻ്റെ തകരാറ്. ദേ ഡോണ്ട് സീ ഒരു ഹോൾ ലോകം എങ്ങനെ ചലിക്കുന്നു. ഇപ്പോൾ നമ്മൾ പറയുന്നു ന്യായം ഇയാളുടെ ഭാഗത്തിൽ ആയിരിക്കാം, പക്ഷേ ശക്തിയുടെ ഭാഗത്താണ് ലോകം ചലിക്കുന്നത്. അത് അന്യായമായിരിക്കാം, പക്ഷേ അവിടെ ബലവാൻ്റെ ന്യായമാണ് ന്യായം. ചെന്നായി ആട്ടിൻകുട്ടിയും തമ്മിലുള്ള സംഭാഷണമുണ്ടല്ലോ. നീ ഇത് കലക്കി, വെള്ളം കലക്കി എന്ന് പറയുമ്പോൾ ആട്ടിൻകുട്ടി പറയുന്നത് ഞാൻ കലക്കിയൊന്നുമില്ല, നീ കലക്കിയില്ലെങ്കിൽ നിൻ്റെ അപ്പൂപ്പൻ കലക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആട്ടിൻകുട്ടി എത്തി നിന്നു. അവിടെ ന്യായം എന്താ? ചെന്നായി പറയുന്നത് ന്യായം. കാരണം ചെന്നായിക്ക് ആട്ടിൻകുട്ടിക്ക് ആരോഗ്യമില്ല ചെന്നായി എതിർക്കാൻ. ഇതുപോലെയാണ് ലോക ചരിത്രം നിങ്ങൾ എടുത്തു നോക്കുന്നത്. ബലവാൻ പറയുന്നതാണ് ന്യായം. ഇപ്പോൾ ഒരു രാഷ്ട്രത്തിൻ്റെ പരമാധികാരത്തിൽ കടന്നു കയറാമോ? പാടില്ല. നമ്മൾ പക്ഷേ പാകിസ്ഥാൻ്റെ പരമാധികാരത്തിൽ കയറി കഷ്ണമാക്കി ബംഗ്ലാദേശ് സൃഷ്ടിച്ചില്ലേ? നമ്മൾ കയറുമ്പോൾ അത് ന്യായമാണ്. അഫ്ഗാനിസ്ഥാനിൽ സോവിയറ്റ് യൂണിയൻ കയറി വന്നു, നമ്മളൊരക്ഷരം മിണ്ടിയില്ല. എന്താ അത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമല്ലായിരുന്നോ? നമ്മൾ മിണ്ടിയില്ല. കാരണം കയറുന്നത് സോവിയറ്റ് യൂണിയനാണ്. അന്ന് നമ്മൾ സോവിയറ്റ് യൂണിയൻ ഗുഡ് ടേംസിലാണ്, അതുകൊണ്ട് ചേട്ടൻ കയറിക്കോ എന്ന് പറഞ്ഞ് നമ്മൾ മിണ്ടാതിരുന്നു. ഇങ്ങനെ ഓരോ സമയത്ത്
മാറി മാറി അതാത് സമയത്ത് നമ്മളുടെ രാജ്യത്തിന് ഗുണകരമായ നിലപാടെടുക്കുക. അല്ലാതെ അതിൽ സെൻറ്റിമെൻറ്റ്സ് കലർത്തിയിട്ട് ധർമ്മം വേണ്ടേ, ന്യായം വേണ്ടേ? വേണ്ട സാർ. ധർമ്മവും ന്യായവും ഒക്കെ ബലവാൻ്റെ കൂടെയാണ് ലോക ചരിത്രത്തിൽ നിന്നിട്ടുള്ളത്. അല്ലാത്തൊരു ചുമ്മാ വാചകം പിടിച്ചിട്ട് പിച്ചക്കാരായിട്ട് തെണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. നിങ്ങൾക്ക് പട്ടി വിലയായിരിക്കും ലോകത്തിൽ. നിങ്ങൾക്ക് ശക്തിയില്ലെങ്കിൽ, നിങ്ങൾക്ക് സാമ്പത്തിക ശക്തിയായിരിക്കണം, നിങ്ങൾ സായുധ ശക്തിയായിരിക്കണം, നല്ല ഒന്നാന്തരം പട്ടാളം വേണം. ഈ കാര്യത്തിലാണ് ഭാരതം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആരെങ്കിലും ചൊറിഞ്ഞു അത് ന്യായമാണോ, അത് ധർമ്മമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ പോയിട്ട് നമ്മളുടെ കാശ് നമ്മുടെ ആൾക്കാരെയും കുരുതി കൊടുക്കുന്നത് എന്തിനാണ്? അതുകൊണ്ട് ലിമിറ്റഡ് നമ്മുടെ 90 ലക്ഷം ആൾക്കാർ, അതാണ് നമ്മുടെ പ്രിയോറിറ്റി. ഇറാനിൽ നമ്മുടെ ആൾക്കാരുണ്ടായിരുന്നു. അവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് നേരത്തെ തന്നെ ഒഴിയാൻ പറഞ്ഞു. അവരിൽ കൂടുതൽ പേരും തിരിച്ചു വന്നു. ഇനിയിപ്പോൾ കുറച്ച് പേരുണ്ടെന്നൊക്കെ കേൾക്കുന്നു. അവരെയും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമായിരിക്കും. ഇതുപോലെ യുക്രൈൻ യുദ്ധം വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ആൾക്കാരെ ഐസൊലേറ്റ് ചെയ്തു. എന്നിട്ട് മോദി അവിടെ പോയിട്ട് സെലൻസ്കിയോട് പറഞ്ഞു, യുദ്ധമല്ല വേണ്ടത്, ബുദ്ധനാണ് വേണ്ടത്. കൊള്ളാമെന്നൊക്കെ പറഞ്ഞു. സെലൻസ്കി യുദ്ധം നിർത്തിയൊന്നുമില്ല. മോദി തിരിച്ചിവിടെ വന്നിട്ട് 2 മാസം തികയുന്നതിന് മുമ്പ് മോദി ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയിട്ട് പാകിസ്ഥാനെ തല്ലുന്നു. അപ്പോൾ എവിടെ പോയി ബുദ്ധൻ? അപ്പോൾ മോദി പറഞ്ഞു, ആ ബുദ്ധനെ എടുത്തൊന്ന് മാറ്റി വെച്ചേ, എന്നിട്ട് അടി കൊടുക്ക് എന്ന് പറഞ്ഞു. ഇതാണ് ലോക ചരിത്രം. നമ്മളുടെ രാജ്യത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ അതിന് സംസ്കൃത ശ്ലോകമാണോ ഉചിതം, ആ സംസ്കൃത ശ്ലോകം ചൊല്ലും. അതല്ല തോക്കെടുത്ത് വെടിവയ്ക്കലാണോ ഉചിതം, അത് ചെയ്യും. ലോക ചരിത്രം മൊത്തം പരിശോധിച്ച് നോക്ക്. ശക്തന്മാർ തമ്മിൽ അടിച്ചതിൻ്റെ ചരിത്രമാണ് ലോകചരിത്രം. അല്ലാതെ ദുർബലനെ കെട്ടിപ്പിടിച്ച ചരിത്രമില്ല. കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ടാവാം, പക്ഷേ അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തുക പോലുമില്ല. അതുകൊണ്ട് ശക്തി ആർജിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ പോയി ഇടപെടാതിരിക്കുക. ഇപ്പം നമ്മൾ ഇടപെട്ടു എന്ന് തന്നെ വെച്ചോ ഇറാനിൽ, നമ്മൾ എന്ത് ചെയ്യാൻ സാധിക്കും? നമുക്ക് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. നമുക്കതിന് ശക്തിയുണ്ടോ? ഇറാന് വേണ്ടി ഇസ്രായേലുമായിട്ടും അമേരിക്കയുമായിട്ടും 24 മണിക്കൂർ യുദ്ധം ചെയ്യാൻ നമുക്ക് പറ്റുമോ? സാധിക്കില്ല. നടപ്പുള്ള കാര്യമല്ല അത്. ഇനി അങ്ങനെ ചെയ്താൽ തന്നെ എന്തിനു ചെയ്യണം? എന്തിനു നമ്മുടെ ആൾക്കാരെ കുരുതി കൊടുക്കണം? ഇറാൻ പുണ്യവളന്മാരുടെ നാട്, അവർ ഭീകരവാദം ഒന്നും നടത്തിയിട്ടില്ല. എന്താ എനിക്ക് മനസ്സിലാവണില്ല. ഈ ഹൂത്തികൾ ആരാണ് അവർക്ക് ചോറും ചെലവും കൊടുത്ത് വളർത്തുന്നത്? ഹൂത്തികളെ യമനിൽ, ഇറാനല്ലേ? ഹിസ്ബുള്ള ആരുടെ സൈന്യമാണ്? ഇറാൻ്റെ അല്ലേ? ഹമാസിൻ്റെ തലവനെ തന്നെ കൊന്നുകളഞ്ഞത് ഇറാനിൽ വെച്ചിട്ടാണ്. ഇവർക്കെല്ലാം TTP പാകിസ്ഥാനിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ, ഏറ്റവും വലിയ ഭീകരവാദ ശൃംഖലയുള്ള രാജ്യം ഇറാനാണ്. ഏറ്റവും വലിയ ശൃംഖല. ബാക്കിയുള്ളവർക്കൊക്കെ അതാത് രാജ്യത്തൊക്കെ ഉള്ളൂ. ഇത്രയും രാജ്യങ്ങളിൽ സ്പ്രെഡായിട്ടുള്ള ഭീകരവാദ ശൃംഖല മറ്റൊരു രാജ്യത്തിനുമില്ല. ഇസ്ലാമിക രാജ്യങ്ങളിൽ മറ്റാർക്കുമില്ല. സൗദി അറേബ്യ വലിയ പണക്കാരല്ലേ, അവർക്ക് പക്ഷേ ഈ ഭീകരവാദം വേണമെങ്കിൽ അവർക്ക് കാശ് കൊടുത്ത് കുറച്ച് അവയർനെസ് സൃഷ്ടിച്ച് ചെയ്യാം. അവർ ചെയ്യുന്നില്ല. ഒമാൻ ചെയ്യുന്നില്ല, UAE ചെയ്യുന്നില്ല, ഇവരാരും ചെയ്യുന്നില്ല. പക്ഷേ അവരിപ്പോൾ മോശക്കാരാണ്. അദ്ദേഹം നമ്മുടെ അദ്ദേഹത്തിൻ്റെ ജലീൽ പുനലൂരിൻ്റെ സംഭാഷണം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരൊറ്റ തവണ ഗൾഫിലെ നമ്മുടെ ആൾക്കാരെ പറ്റി പറയണമല്ലോ, പറഞ്ഞു അദ്ദേഹം. എന്താണെന്നറിയാമോ? ഞാൻ സുന്നിയാണ്, ഞാൻ സുന്നികളുടെ കൂട്ടത്തിലാണ് നിൽക്കേണ്ടത്, പക്ഷേ ഞാൻ ഷിയാക്കളുടെ കൂട്ടത്തിൽ നിൽക്കുന്നു. ഗംഭീരമാണ് സാർ, നല്ല കാര്യമാണ്. ഷിയാക്കളുടെ കൂട്ടത്തിൽ ഉറച്ചു നിന്നോ. ഗൾഫിലുള്ള നമ്മുടെ ആൾക്കാരുണ്ടല്ലോ, അവരുടെ കാര്യം വേറെ ആരെങ്കിലും നോക്കിക്കോളൂ. നിങ്ങൾക്ക് ഏതായാലും നോക്കാൻ കഴിയില്ലല്ലോ. നിങ്ങൾ ഷിയായുടെ കൂടെ ഉറച്ചു നിൽക്കുകയാണ്. ശകലം കോൺക്രീറ്റും കൂടെ ഇട്ട് അവിടെ ഉറപ്പിച്ചോളൂ, കുഴപ്പമില്ല. ബാക്കി മനുഷ്യരുണ്ട്, അവർ നോക്കും. നോക്കാതിരിക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ 90 ലക്ഷം പൗരന്മാരെ കളയാൻ പറ്റില്ലല്ലോ. ഇവർക്കൊരു പോളിറ്റ് ബ്യൂറോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആ പോളിറ്റ് ബ്യൂറോ വേണ്ട അതിനെ കാണിക്കുന്നു. ജന്തർ മന്ദറിൽ അവർ ബഹളം വയ്ക്കുന്നു. അത് വെച്ചിട്ട് നമുക്ക് 90 ലക്ഷം ആൾക്കാരെ കളയാൻ പറ്റുമോ? ഇവരുടെ ഈ ഡയലോഗ് ഞാൻ ആകെ ഇതേ പറയുന്നുള്ളൂ. ഇത്തരം കാര്യങ്ങളുണ്ടല്ലോ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. ഗൾഫിലിരിക്കുന്നവരും ജനൻ TV കാണുന്നവരുണ്ട് എന്ന് മനസ്സിലാക്കുക. മറ്റ് TV ചാനൽ അവർ കാണുന്നുണ്ട്. മാത്രമല്ല ഇത് തർജ്ജിമ ചെയ്തിട്ട് അവരുടെ ഭരണകൂടം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നിങ്ങൾക്ക് പ്രക്ഷേപണത്തിനുള്ള അവകാശം അവർ തരുന്നത്.
അവരുടെ ഇൻട്രസ്റ്റിന് വിരുദ്ധമായിട്ട് ആരെങ്കിലും സംസാരിക്കുന്നു, നിരന്തരം അത് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രക്ഷേപണത്തിനുള്ള അവകാശം തന്നെ അവരെടുത്ത് കളയും. എനിക്കിത് അനുഭവമുള്ളതാണ്. ഞാൻ ജനം ടി വിയിൽ പൊളിച്ചെഴുത്ത് അവതരിപ്പിക്കുന്ന കാലം അന്ന് ISIS-നെ വിമർശിച്ച് ഞാനൊരു പ്രോഗ്രാം ചെയ്തു. അത് എയർ ചെയ്തു. അന്ന് 8 മുതൽ 8:30 വരെയാണ്. 8:35 ജനം ടി വിയുടെ MD എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ആ പ്രോഗ്രാം എടുത്ത് കളയാൻ പറഞ്ഞിരിക്കുകയാണ്, അത് ഇനി സംപ്രേഷണം ചെയ്യില്ല, അപ്പം റിപ്പീറ്റ് ഉണ്ടല്ലോ അത് കാണിക്കില്ല. ഞാൻ പറഞ്ഞു ശരി, കുഴപ്പമില്ല, ഇപ്പം എന്താ സംഭവിച്ചതെന്ന്. അല്ല, അത് സൗദി അറേബ്യ ഇത് കണ്ടു കഴിഞ്ഞാൽ അവിടെ രാത്രിയിൽ ഇത് കണ്ടാൽ പ്രശ്നമാണ്. കാരണം സൗദി അറേബ്യയുടെ നിലപാട് IS-നെ പറ്റി നല്ലതോ ചീത്തയായ ഒരക്ഷരം മിണ്ടണ്ട, വെറുതെ അവരെ പ്രകോപിപ്പിക്കേണ്ട, അവരെ പറ്റി നല്ലതും പറയണ്ട, അവരെ പറ്റി ചീത്തയും പറയണ്ട. സൗദി അറേബ്യയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത സംഘടനയാണ് ISIS. പക്ഷേ പ്രകോപിപ്പിക്കേണ്ട എന്നാണ് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ തീരുമാനം. അപ്പോൾ പ്രകോപിപ്പിക്കുന്ന രീതിയിലായിരുന്നു എൻ്റെ പ്രോഗ്രാം എന്നാണ് MD-യുടെ വിലയിരുത്തൽ. എന്തുവായിക്കോട്ടെ, അദ്ദേഹം അത് അപ്പോൾ എടുത്തു കളഞ്ഞു. കാരണം അല്ലെങ്കിൽ ജനം TV മൊത്തം അവർ നിരോധിക്കും. അവിടെ ആ സ്ഥിതിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ മലയാളം ചാനലുകൾ നടത്തുന്ന ഈ സർക്കസ് ഉണ്ടല്ലോ, അവർ സാങ്കല്പികമായിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നു. നെതന്യാഹു ഈ പ്രോഗ്രാം ഒന്നും കാണുന്നില്ല, ട്രംപ് ഈ പ്രോഗ്രാം കാണുന്നില്ല, ഇറാനിൽ ഖമനേയിയോ ഇപ്പം മകൻ ഖമനേയിയോ ഇത് കാണുന്നില്ല. പക്ഷേ ഗൾഫിലെ ഭരണാധികാരികൾ ഇത് കാണും, അല്ലെങ്കിൽ കൊണ്ടുപോയി കാണിക്കാൻ ആളുണ്ടാകും. ഇതൊക്കെയാണ് ഇതിൻ്റെ റിസ്ക്. പഴയ പോലെ അല്ല. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഇതെല്ലാം യൂട്യൂബിലും കിടക്കുമല്ലോ, ഈ ചർച്ചയും സംഗതിയൊക്കെ. സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ കീവേഡ്സ് വെച്ചിട്ട് സെർച്ച് ചെയ്ത് നിങ്ങൾ 10 കൊല്ലം കഴിഞ്ഞ് അനിൽ നമ്പ്യാർ ഒരു വിസയ്ക്ക് വേണ്ടി ശ്രമിക്കുമ്പോഴായിരിക്കും വിസ തരാൻ പറ്റില്ല, കാരണം നിങ്ങൾ അന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് ചെയ്യുന്നത് ആ സമയത്തായിരിക്കും. അന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. എനിക്കറിയാവുന്ന പിള്ളേരോടൊക്കെ ഞാൻ പറഞ്ഞു, ഒരാവേശത്തിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇറാന് സിന്ദാബാദൊക്കെ വിളിക്കാം, പക്ഷെ മക്കളെ കുറച്ച് കഴിഞ്ഞിട്ട് നാളെ നിങ്ങൾ കുഴപ്പത്തിലാവും. ഇവിടെ നിന്ന് ചിലപ്പോൾ ക്ലിയറായിട്ട് പാസ്പോർട്ട് കിട്ടിയെന്ന് വരും, അവിടെ അവർ വിസ സ്റ്റാമ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് നിരുത്തരവാദപരമായിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് അവൻ ഇങ്ങനെയാണ്, മറ്റവൻ എങ്ങനെയാണ്, ഇവൻ പണ്ട് മുതലേ തല്ലിപ്പൊളിയാണ്, ഈ വക കാര്യങ്ങൾ പൊതുരംഗത്ത് പറയാതിരിക്കുക. ആവേശമൊക്കെ എല്ലാവർക്കും മനസ്സിലാകും. എന്താ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടുകൾ ഇതൊക്കെ മനസ്സിലാകുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ഒരു മര്യാദയും സംഗതിയൊക്കെ വേണം. തിരഞ്ഞെടുപ്പാണ്, വോട്ട് എല്ലാവർക്കും വേണം, രാഷ്ട്രീയക്കാരുടെ ആവേശമൊക്കെ മനസ്സിലാവും. ബട്ട് വിത്തിൻ ലിമിറ്റ്സ് നിൽക്കുക. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ എപ്സ്റ്റീൻ ഫയൽ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഞാൻ പറയട്ടെ, രാഹുൽ ഗാന്ധി രഹസ്യമായിട്ടാണ് ഫോറിനിൽ പോകുന്നത്. എവിടെ പോകുന്ന ആർക്കെങ്കിലും അറിയാമോ? ആർക്കും എന്ത് വേണമെങ്കിലും പറയാം, പക്ഷേ ആരും ഇന്നു വരെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. അങ്ങേര് പോകുന്നതിന് വേറൊരു ദുരർത്ഥമുണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. മോദിക്ക് വിസ കൊടുക്കരുതെന്ന് പറഞ്ഞ് അപേക്ഷയിൽ ഒപ്പിട്ട മാന്യന്മാർ CPM-ലും ഉണ്ട്. എന്തു വാങ്ങിക്കോട്ടെ, അദ്ദേഹം പ്രധാനമന്ത്രിയായി കഴിഞ്ഞ് പിന്നെ തടയാൻ പറ്റില്ല. അങ്ങേരെ എല്ലാവരെയും അറിയിച്ച് ചെണ്ട കൊട്ടി ആന എഴുന്നള്ള പോലെയാണ് മോദി എല്ലായിടത്തും പോയിട്ടുള്ളത്. അത് അമേരിക്കയിൽ മാത്രമല്ല, സകല സ്ഥലത്തും ആ മനുഷ്യൻ പോയി കഴിഞ്ഞാൽ 10 പേരെ അറിയും അങ്ങനെ എവിടെ താമസിക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാം, എത്ര ദിവസം അവിടെ ഉണ്ടായിരുന്നറിയാം, തിരിച്ചെപ്പോൾ വരുമെന്നറിയാം, എല്ലാ വിവരങ്ങളും സുതാര്യമാണ്. പിന്നെ ഈ എപ്സ്റ്റീൻ ഫയൽ എന്നൊക്കെ പറയുന്ന ആശ്രയിലും പറഞ്ഞുകൊണ്ട് നടക്കരുത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ആ ഫയലുണ്ടെങ്കിൽ അതിൻ്റെ വല്ല വീഡിയോ ഉണ്ടെങ്കിൽ പണ്ടാറടക്കാനായിട്ട് അത് നാട്ടുകാരെ കാണിക്കുന്നു. ഞങ്ങളൊക്കെ കാണട്ടെ. ആ ഇന്ത്യ പ്രധാനമന്ത്രി ഏതോ പെണ്ണ് കേസിൽ പെട്ടെങ്കിൽ അതിൻ്റെ തെളിവ് നിങ്ങൾ കാണിക്കണം, അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അതിനുള്ള മാന്യതയെങ്കിലും കാണിക്കണം. അല്ലാതെ TV ചാനൽ വന്നിരുന്ന് എപ്സ്റ്റീൻ ഫയൽ എന്നുള്ള വാക്ക് മോദിയെ ചേർത്ത് പറയരുത്. അതൊക്കെ മഹാമര്യാദകളാണ്, തെമ്മാടിത്തരമാണ്. ഓക്കെ ജലീൽ, ഒരു മിനിറ്റ് എന്തായാലും ഗൾഫിലെ നമ്മുടെ മലയാളി സമൂഹത്തിനെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് 1 മിനിറ്റ് സമയം ഞാൻ അനുവദിച്ചിരിക്കുകയാണ്. ഒരു വാക്കെങ്കിലും അവരോടൊപ്പം ഉണ്ട് എന്നെങ്കിലും പറഞ്ഞാൽ മതി. അല്ല, വളരെ നന്ദിയുണ്ട്. വലിയ നീണ്ട പ്രഭാഷണങ്ങൾക്ക് ശേഷം എനിക്ക് 1 മിനിറ്റ് മാത്രമേ ലഭിക്കൂ എന്നുള്ളത് എനിക്ക് വളരെ കൃത്യമായിട്ടുണ്ട്, അറിയാം. പക്ഷെ ഒന്നുണ്ട്, ഈ വടക്കേ ഇന്ത്യൻ സംഘികൾക്ക് കുറച്ച് ബോധം വന്നിട്ടുണ്ട്. അവിടെ ഒരു ജനറൽ GD ബക്ഷിയുണ്ട്. അദ്ദേഹം നമ്മുടെ ഗോസ്വാമിയുടെ ചർച്ചയിലെ BJP വക്താവായിട്ടൊക്കെ വരുന്ന ഒരാളാണ്. അദ്ദേഹം ട്രംപിനെയും നെതന്യാഹുവിനെയും വിളിച്ചത് ബേക്കൂഫ് എന്നാണ്. അദ്ദേഹം ബേക്കൂഫ് എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം ഡിനി സാറിന് മനസ്സിലാവും, മറ്റേ അദ്ദേഹത്തിന് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആ രണ്ടുപേർക്കും വേണ്ടി വാദിക്കുന്നവർ,
അപ്പൊ ആ രണ്ടുപേർക്കും വേണ്ടി വാദിക്കുന്ന ആളുകളൊക്കെ ആരായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് പിന്നെ അവര് തന്നെ വിശദീകരിച്ചോട്ടെ. പിന്നെ ഇവിടെ പറയുന്ന കേട്ടാൽ ശക്തിമാന്മാരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടരുത്, നമ്മൾ ഇങ്ങനെ ഓച്ചാനിച്ച് പുച്ഛിച്ച് നിൽക്കണം. ഇതൊരു ജനിതക രോഗമാണ്. കാരണം ഇങ്ങനെ ഒരു 70-80 കൊല്ലത്തിന് മുമ്പ് ഇന്ത്യക്കാര് ഇങ്ങനെ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യാവത്തില്ലായിരുന്നു. കാരണം ശക്തിമാന്റെ മുമ്പിലാണ് ഇന്ത്യ പോരാടിയത്. ആ സമയത്ത് ബ്രിട്ടീഷുകാരന്റെ ചെരുപ്പ് നക്കിയ ചില ആളുകളുണ്ട്. അവരുടെ പിന്മുറക്കാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ലോകാവസാനം വരെ ഇത്തരത്തിലുള്ള ശക്തിമാന്റെ കീഴിൽ അടിമപ്പെട്ട് ജീവിച്ചോളണം. പക്ഷെ പോരാട്ട വീര്യമുള്ള ഇന്ത്യക്കാരന്റെ മുമ്പിൽ അങ്ങോട്ട് പോയി നോക്കണം. അവിടെ 1 ലക്ഷത്തിലധികം ആളുകളുടെ പേര് കൊത്തിവെച്ചിട്ടുണ്ട്. അതിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്, ഏതെല്ലാം വിഭാഗത്തിൽ പെട്ടവരുണ്ടെന്നൊക്കെ നമുക്ക് ഒന്ന് പോയി നോക്കിക്കാണണം. ഗൾഫിലുള്ളവരെ സംബന്ധിച്ച് ഈ മൂലക്കുരുവിന്റെ അസുഖത്തിനൊക്കെ ചികിത്സ തേടി സാമ്രാജ്യത്വ ശക്തികളുടെ നാട്ടിലേക്ക് പോകരുത് കേട്ടോ. അതെങ്കിലും പറയാം. അങ്ങേര് ഗൾഫിലെ പറ്റി ഒരക്ഷരം പറയൂല മനുഷ്യൻ. പറഞ്ഞാൽ അങ്ങേരുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. ഏതാ ഈ സാധനം? നാഷണൽ ലീഗോ? എവിടുത്തെ ഏത് നാഷണൽ ലീഗ്? ആന്റി നാഷണൽ ലീഗ് എന്ന് പേര് മാറ്റണം നിങ്ങള്. കീബോർഡിൽ നോക്കിയിട്ട് വിസ നിഷേധിക്കുമെങ്കിൽ ഇന്ത്യയുടെ 10,000 കോടി രൂപയുടെ നിക്ഷേപം ഇറാനിൽ കിടപ്പുണ്ട്. ചബഹാൻ തുറമുഖം ഇന്ത്യയുടെയാ. അവിടുത്തെ ഉദ്യോഗസ്ഥരൊന്നും ഇറാനെതിരായിട്ട് കീബോർഡ് നോക്കിയിട്ട് അവർ എമിഗ്രേഷൻ പാസ്സാക്കത്തില്ലല്ലോ, വിസ കൊടുക്കില്ലല്ലോ. അപ്പൊ ഇറാനും ഗൾഫ് രാജ്യങ്ങളും അറബ് രാജ്യങ്ങളും നിങ്ങൾ ആർക്കെതിരെ ഒന്നും പറയണ്ടെന്ന് നിങ്ങൾ മിണ്ടാതിരുന്നാ മതി. നിങ്ങളുടെ സർക്കസ് അല്ല ഇത്, നിങ്ങളുടെ വിഷയമല്ല, ഭാരതത്തിന്റെ വിഷയമല്ല ഇത്. ഭാരതം ഇതിനകത്ത് സൂപ്പർ ന്യൂട്രൽ ആയിരിക്കണം. ഗൾഫ് നാടുകളിലുള്ള മലയാളികളെ, അതുപോലെ ബഹ്റൈൻ, ഖത്തർ, ഒമാൻ ഇവിടങ്ങളിലുള്ള മലയാളികളെ ഒന്നും ചേർത്ത് പിടിക്കില്ല എന്ന വാശി തന്നെയാണ് ഇവിടെയുള്ള LDF UDF ഈ സംവിധാനങ്ങൾക്ക് ഉള്ളത് എന്നാണ് മനസ്സിലാകുന്നത്. TG ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരക്ഷരം അവരെക്കുറിച്ച് നമ്മുടെ ഇടത് സഹയാത്രികൻ ജലീൽ പുനലൂർ പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും കൈ നനയാതെ എങ്ങനെ മീൻ പിടിക്കാം എന്ന് പരീക്ഷിക്കുകയാണ് ഇടത് വലത് മുന്നണികൾ. അതുകൊണ്ട് തന്നെയാണ് യുദ്ധത്തിൻ്റെ മറവിൽ ഈ ഒരു അജണ്ട വച്ച് ഈ പ്രീണന നയവുമായിട്ട് ശക്തമായി മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല.